ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. കാര്യമായിട്ടൊന്നുമില്ല, എന്നും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ തന്നെ. ആദ്യം തന്നെ എണ്ണീറ്റ് ചായ ആയിട്ടൊക്കെ ഇങ്ങനെ വെളിയിൽ വന്നിരുന്നു. ഇനി അടുക്കളയിൽ പോയി എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കി. ഇത് ഉമ്മച്ചി നട്ട് വളർത്തിയ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്ക. അത് കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് ആയിരിക്കും ഇത്. ശരിക്കും ഇന്നലത്തെ ഫുഡാണ്, പക്ഷെ ചൂടാക്കി കഴിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് തന്നെ രാവിലെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നേരം പൂച്ചയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഓർത്തത് മുഖത്ത് ഭയങ്കര ടാൻ അടിച്ച കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ അരിപ്പൊടിയും കടലമാവ് അതുപോലെ തന്നെ തൈര്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഒത്തിരി തിക്ക് കൺസിസ്റ്റൻസി ആക്കാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ടാൻ ഒക്കെ പോയി. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുടിച്ചതാണ്. ഇത് നമ്മുടെ വീട്ടിലെ പൂച്ചയാണ്, പാവമാണ്. അത് കഴിഞ്ഞ് ഞാൻ പോയി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇത് കണ്ടില്ലേ, ജനൽ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂട് ഇങ്ങോട്ട് കയറാണ്. പിന്നെ വീണ്ടും കുറച്ചു നേരം പോയി പൂച്ചയെ കളിപ്പിച്ചു. പാവം പൂച്ചയാണ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച കോവയ്ക്ക നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി. ഇത് നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈസിൽ അരിയണം. ഞാൻ അരിയാനൊക്കെ ഭയങ്കര സ്പീഡ് കുറവാണ്, എന്നാലും എളുപ്പം തന്നെ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് എല്ലാം കഴുകി എല്ലാം ഒരേ സൈസിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി. പിന്നെ നമ്മൾ ഇത് മെഴുക്ക് പുരട്ടി വെക്കണം. അപ്പം ഇത്രയും കോവയ്ക്ക ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അത്രയും അരിഞ്ഞ് എടുത്ത് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇടണം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ ഒരു കോവയ്ക്ക ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്യണം. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല, നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ടൈപ്പ് ഓഫ് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഉപ്പ് കുറച്ച് മതി, ആവശ്യത്തിനുള്ള മാത്രം ചേർത്തിട്ട് പിന്നെ അതൊന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ. ഉപ്പ് ചേർത്തതിന് ശേഷം അത് കഴിഞ്ഞ് വീണ്ടും ആവശ്യത്തിന് മാത്രമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അത് ഒത്തിരി ചേർക്കരുത്, നമുക്ക് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെക്കണം. കോവയ്ക്ക വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അടിപൊളി കോവയ്ക്ക റെഡിയായി. പിന്നെ എൻ്റെ റൂമും ഒക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു വന്നപ്പോൾ 2 മണിയായി, താമസിച്ചു. കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുളി പാസ്സാക്കിയതിന് ശേഷം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന സ്കിൻ കെയർ, വലിയതായിട്ടൊന്നുമില്ല, ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വൈകിട്ടായപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു ഇന്ന്. അങ്ങനെ മഴയൊക്കെ തോന്നു കഴിഞ്ഞപ്പോൾ വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വെറുതെ നടന്നു, ചെടിയൊക്കെ നോക്കി. അങ്ങനെ ഒരു ലേസൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. ബാക്കി എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.